രാവിലെ തന്നെ ഷിൻചാനും പിൻചാനും എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. വേറൊന്നല്ല, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഗെയിമിംഗ് റൂം സെറ്റാക്കി കൊടുക്കാനാ. ഗെയിമിംഗ് റൂം മാത്രം ഉണ്ടായി പോരാ, അതിലേക്ക് നല്ലൊരു ഹൈ എൻഡ് പി സിയും കൂടി വേണമെന്ന്. വിത്ത് റൈസൺ 9 പ്രോസസ്സറും RTX 4090 ഗ്രാഫിക്സ് കാർഡും. എടാ ഷിൻചാനെ പിൻചാനെ, നിങ്ങൾക്ക് എന്തിനാ ഇത്രയും സ്പെക്കുള്ള പി സി? അത് പിന്നെ ഫ്രാങ്ക്ലിൻ GTA 6 ഒക്കെ ഇറങ്ങാൻ പോവല്ലേ, അതുകൊണ്ട് ഒരു ഹൈ എൻഡ് PC കടന്നോട്ടെ. അതിനിപ്പോ എന്താ കുഴപ്പം? അതിനിപ്പോൾ GTA 6 ഇറങ്ങിയിട്ടില്ലല്ലോ, അതിറങ്ങട്ടെ, അന്നേരം നമുക്ക് പി സി മേടിക്കാം. കാര്യം GTA 6 2025 ഇറങ്ങും, അത് ശരിയാണ്. പക്ഷെ അത് പി സിയിൽ ഇറങ്ങില്ല, അത് PS5 Xbox അതിലൊക്കെ ഇറങ്ങുള്ളൂ. പി സിയിൽ മിക്കവാറും 2027 ആയിട്ടാണ് ഇറങ്ങുള്ളൂ. അതിന് ഇപ്പം തന്നെ പി സി മേടിക്കണ. നിനക്ക് വേണമെങ്കിൽ അടുത്ത കൊല്ലം ഒരു PS5 എടുത്തരാം. PS5 അതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഒരു PC മതി. GTA 6 ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. PC വേറെ ഗെയിമൊക്കെ ഉണ്ടല്ലോ. ആ സ്റ്റീം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ഇഷ്ടംപോലെ ഗെയിം ഉണ്ടാവും. അതിന് ഒരു ഗെയിം സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, കളിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടി. എടാ ഷിൻചാനെ പിൻചാനെ, സ്റ്റീമിലില്ലേ ഫ്രീ ആയിട്ട് ഗെയിമൊന്നും കിട്ടില്ല, എല്ലാത്തിനും പൈസ കൊടുക്കണം, എന്നാലേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. എന്നാലും ഫ്രാങ്ക്ലിൻ ഒരു PC സെറ്റാക്കി തായോ. ആ മൈക്കിളാണന്റെ മോനില്ലേ ജിമ്മി, അവന്റെ അടുത്തും PC ഉണ്ട്. അവന്റെ PC പെട PC ഒരു രക്ഷയില്ല. ആയി ശരി, നിങ്ങളപ്പോൾ അത് കണ്ടിട്ടല്ലേ പറയണേ? ഞാനും വിചാരിച്ചു. ശരി, നിങ്ങൾക്ക് ഞാനപ്പോൾ ഒരു പി സി സെറ്റാക്കി തരാം. അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്കും ഇടയ്ക്കൊക്കെ ഇരുന്ന് കളിക്കാമല്ലോ അല്ലേ. എന്തുട്ടായാലും ഒരു ഗെയിമിംഗ് പി സിക്ക് അത്യാവശ്യം നല്ല റേറ്റ് ആവും, പ്രത്യേകിച്ച് അത് RTX 4090 ആവുമ്പോൾ. എൻ്റെ കയ്യിലാണെങ്കിൽ $60,000 മാത്രമേ ഉള്ളൂ. $60,000 ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് പി സി പോലും കിട്ടില്ല. നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് ഉണ്ടാക്കേണ്ടി വരും, എന്നാലേ നമുക്ക് നല്ലൊരു പി സി മേടിക്കാൻ പറ്റുള്ളൂ. എൻ്റെ വീട്ടിലാണെങ്കിൽ 2-3 കാലി റൂമുണ്ട്, നമുക്കതിൽ നിന്ന് ഒരെണ്ണം ഗെയിമിംഗ് റൂമാക്കി മാറ്റാം. എന്തുട്ടായാലും ഇഷ്ടം പോലെ ക്യാഷ് ചിലവാവും. നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് സെറ്റാക്കണം. എവിടെ നിന്നപ്പോൾ സെറ്റാക്കുക? ഒരു കാര്യം ചെയ്യാം, ലെസ്റ്ററിനോട് ചോദിച്ചു നോക്കാം. ലെസ്റ്റർ മിക്കവാറും നമ്മളെ സഹായിക്കും എന്ന് വിചാരിക്കണം. അല്ല, ഒരു ഗെയിമിംഗ് റൂം ശരിയാക്കാനായിട്ട് എത്ര ചിലവാവും? എനിക്ക് തോന്നുന്നത് ഒരു 5 ലക്ഷമാണ്. 5 ലക്ഷം മതി, അതിന് മാത്രമുള്ള കളി കളിച്ചാൽ മതി. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ലെസ്റ്റർ ഇവിടെ ഉണ്ടാ? ഓക്കെ, ലെസ്റ്റർ ഇത് ഇവിടെ നിൽക്കട്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എടാ ലെസ്റ്റർ, അതെ, ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? വേറെ ഒന്നല്ല, എനിക്ക് കുറച്ച് കാശിൻ്റെ അത്യാവശ്യമുണ്ട്, ഒരു 5 ലക്ഷം. 5 ലക്ഷം? നിനക്കിപ്പോൾ എന്തിനാ 5 ലക്ഷം? അത് പിന്നെ ഷിൻചാനും പിൻചാനും ഒരു ഗെയിമിംഗ് പി സി വേണമെന്ന് പറഞ്ഞു, അതും RTX 4090. ഒരു ഗെയിമിംഗ് പി സിക്ക് 5 ലക്ഷം? നീ എന്നിട്ട് പറയണത്? ഈ പിള്ളേർക്കൊക്കെ എന്തിനാ ഇത്രയും സ്പെക്കുള്ള പി സി? നീ വല്ല സാധാരണ ഏതെങ്കിലും ഒരു പി സി മേടിച്ചു കൊടുക്ക്. സാധാ പി സി മേടിച്ചു കൊടുത്തിട്ട് എന്തുട്ട് ചെയ്യാനാ? അതിൽ ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല. പിന്നെ ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് പി സി ആയാലും എന്തായാലും 1 ലക്ഷം ചിലവാവും. അത്ര പൈസ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് ശരി, ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലും അധികം പൈസ ഒന്നുമില്ല. പക്ഷെ ഒരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ലെസ്റ്ററിൻ്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പൈസ ഉണ്ടാക്കാനായിട്ട് ഒരു വഴി പറഞ്ഞു തന്നു. വേറെ ഒന്നല്ല, നമ്മൾ ഒരു ബാങ്ക് റോബറി ചെയ്യാൻ പോവാ. നിങ്ങളിപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ബാങ്ക് റോബറി ചെയ്യാൻ പോവാന്ന്. ലെസ്റ്റർ നമുക്ക് മാസ്കും പിന്നെ കുറച്ച് വെപ്പൺസും തന്നു, പിന്നെ എന്തൊരു ഹാക്കിംഗ് ഡിവൈസും ഉണ്ടായിരുന്നു. ആ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ബാങ്കിൻ്റെ സെർവറൊക്കെ ഹാക്ക് ചെയ്യണം, എന്നിട്ട് വേണം റോബറി ചെയ്യാൻ. നമ്മൾ റോബറി ചെയ്യാൻ പോണ ബാങ്കില്ലേ, ആ ബാങ്കിൻ്റെ പേര് പസഫിക് സ്റ്റാൻഡേർഡ്സാ, അങ്ങനെ എന്തോ ആണ്. അത് അത്യാവശ്യം വലിയൊരു ബാങ്കാണ്, അത് ലോസ് ആൻഡോസിലെ സിറ്റി സെൻറ്ററിലാണ് വരുന്നത്. സിറ്റി സെൻറ്റർ ആയതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ ആൾക്കൂട്ടം ഉണ്ടാവും. എന്തെങ്കിലും ആട്ടെ, നമുക്ക് നോക്കിയും കണ്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ വണ്ടി നൈസായിട്ട് ഇടിച്ചിട്ടുണ്ട്. ആ ട്രക്കിൻ്റെ ഡ്രൈവർ നമ്മൾ അടിക്കാനായിട്ട് വരുന്നുണ്ട്. അത് ശരി, അത്രയ്ക്ക് ധൈര്യമായ? ഇങ്ങോട്ട് വാ, ഇപ്പോൾ ശരിയാക്കരാ. ഓക്കെ, രണ്ടിടത്തിൽ ഞാൻ ഇടിച്ച് തെറിപ്പിച്ചേക്കാം, ഇതേ കിടക്കണം അവിടെ. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ ആ ബാങ്കിലേക്ക് എത്തിക്കാണ് കേട്ടോ. ഇതാണ് പസഫിക് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഇടയിൽ വെച്ച് വണ്ടിയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആട്ടെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കാണുന്ന ബാങ്ക് ഒന്ന് റോബറി ചെയ്യാം. ഒരു ഗെയിമിംഗ് പി സി മേടിക്കാനാണ് നമ്മൾ ഈ കാണുന്ന ബാങ്ക് റോബറി ചെയ്യണത്. എന്തുട്ടായാലും നമുക്ക് പൈസ ആവശ്യം വരും, അതുകൊണ്ട് നമുക്ക് ബാങ്ക് റോബറി ചെയ്തേ പറ്റൂ, അല്ലാണ്ട് വേറെ വഴിയില്ല. നമ്മളിപ്പോൾ ഏതായാലും ബാങ്കിൻ്റെ അകത്തേക്ക് കയറിയേക്കാണ്. ഇവിടെ മിക്കവാറും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടാവും, നമുക്ക് എല്ലാത്തിനും അടിച്ചെണ്ണണം. ഓക്കെ, ലെറ്റ്സ് ഗോ.
ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നുണ്ട്. അയാൾക്ക് ഞാനിങ്ങനെ ഒരു ഹെഡ് ഷോട്ട് കൊടുത്തേക്കാം. ഇവിടെ വേറൊരു ഗാർഡ് ഉണ്ട്. ഏയ് ഇയാളെന്തത് എയറിൽ പറന്നു പോയില്ലോ. ഓക്കെ, ഇയാളെയും കൂടി നമുക്ക് അങ്ങനെ അടിച്ചിടാം. ഓക്കെ, ഒരുത്തൻ്റെ ഓടിപ്പോയിട്ടാ. പക്ഷേ അവൻ മിസ്സായി. അവൻ മിക്കവാറും പോലീസിനെ കംപ്ലൈൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ബാക്കി എല്ലാത്തിനും അങ്ങ് തീർത്ത് കളയാം. ഒറ്റണത്തിനും വെറുതെ വിടണ്ട. അല്ല, ഇയാളിപ്പോൾ എന്തൊരു പണി കാണിച്ചേ? അയാൾ ബസറം നിർത്തി. അത് ശരി, അത് കൊള്ളാലോ. അയാളെയും ഞാൻ ഏതായാലും വെറുതെ വിടാൻ പോണില്ല. ഒരു മിനിറ്റ്, ഈ കാണുന്ന ഗേറ്റ് മിക്കവാറും ലോക്കാവും. അപ്പോൾ നമുക്കിത് ടിയർ ഗ്യാസ് വെച്ച് ഓപ്പൺ ആക്കാം. നമുക്ക് ലെസ്റ്റർ ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ടിയർ ഗ്യാസ് ആക്ടിവേറ്റ് ചെയ്തേക്കാണ്. നമ്മൾ പിന്നെ മാസ്ക് ഇട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ ഗ്യാസ് നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. ആ ബസർ അമർത്തിയ ആളത് അവിടെ നിൽക്കുന്നുണ്ട്. ഇവരെന്ത് വിചാരിച്ചേ? ആ ബസർ അങ്ങ് അമർത്തി കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടുന്ന? ഒരിക്കലും ഇല്ല. ഇവിടെ RPG വെച്ച് എല്ലാത്തിനും അങ്ങ് തീർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഒരു ഗേറ്റ് ഉണ്ട്. അതും കൂടി ഞാൻ ടിയർ ഗ്യാസ് വെച്ച് ഓപ്പൺ ആക്കിയേക്കാം. നമുക്ക് ഈ നേരം ലോക്കർ റൂമിലേക്ക് പോവാം. ഈ ഫ്രാങ്ക്ലിൻ ഒന്നുകൂടെ കാണിക്കണേ. ഓക്കെ, മുമ്പിൽ ഒരു സംഭവം ഉണ്ട് കേട്ടാ. നമുക്ക് ഈ കാണുന്ന സംഭവം ഹാക്ക് ചെയ്യണം. അതിനായിട്ട് ലെസ്റ്റർ നമുക്ക് ഒരു ഹാക്കിംഗ് ഡിവൈസ് തന്നിട്ടുണ്ട്. ഇത് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലോക്കർ തുറക്കാൻ പറ്റും. ഇതിപ്പോൾ എങ്ങനെ ഹാക്ക് ചെയ്യുക? ഓക്കെ, ഞാനങ്ങനെ ആ സംഭവം ഹാക്ക് ചെയ്തേക്കാണ്. ഇവിടുത്തെ ലോക്കർ ഓപ്പണായി. ഇവിടെയും ഒരു ഗേറ്റ് ഉണ്ട് കേട്ടാ. ഇത് നമുക്ക് ടിയർ ഗ്യാസ് വെച്ച് ഓപ്പൺ ആക്കാം. ഇവിടെ എന്തോരം ഗേറ്റാണുള്ളത്? എന്താ കാര്യം? എല്ലാം ഞാൻ സുഖമായിട്ട് തുറന്നു. ഓക്കെ, ഈ ഗേറ്റ് കൂടി അങ്ങനെ ഓപ്പൺ ആയിക്കാണ്. ഇവിടെ മുമ്പിലും ഒരു ഗേറ്റ് ഉണ്ടല്ലോ. അത് പിന്നെ ഓപ്പണാ. ടിയർ ഗ്യാസ് വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കുറച്ച് പൈസ ഇരിക്കുന്നുണ്ട്, നമുക്കതങ്ങ് എടുത്തേക്കാം. ഇവിടെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് കേട്ടാ. എല്ലാം കളക്ട് ചെയ്യാം, ഒന്നും ബാക്കി വെക്കണില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ ഇഷ്ടംപോലെ പൈസ കളക്ട് ചെയ്തേക്കാണ് കേട്ടാ. ബാങ്ക് മൊത്തം കാലിയാക്കി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഈ ലിഫ്റ്റ് വർക്കാവോ? ആ ലിഫ്റ്റ് വർക്കാവണില്ല. നമുക്കപ്പോൾ സ്റ്റെപ്പ് കയറി മലയ്ക്ക് പോവാം. ഓക്കെ, ഇവിടെ പുറത്ത് നിറച്ച് പോലീസുകാരാണ് കേട്ടാ. നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എൻ്റെ വണ്ടി ആണെങ്കിൽ ബുള്ളറ്റ് പ്രൂഫും കൂടിയല്ല. ലെസ്റ്ററിനോട് ഒരു ബുള്ളറ്റ് പ്രൂഫ് വണ്ടി കൂടി ആവശ്യപ്പെടായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് തൽക്കാലം ഈ കാണുന്ന വണ്ടിയിൽ തന്നെ രക്ഷപ്പെടാം. ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ടേക്ക് പോവാ? നമുക്കിവിടെ 4 സ്റ്റാർ വാണ്ടഡ് ലെവലോ കിട്ടിയേ. രക്ഷപ്പെടാനായിട്ട് ഇച്ചിരി ടാസ്ക്കാണ്, എന്നാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ നൈസായിട്ട് വണ്ടി മാറ്റിയേക്കാണ്. മറ്റേ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പോലീസുകാർ നമ്മൾ വെറുതെ വിടുന്നില്ല കേട്ടാ. ഇപ്പോഴും 4 സ്റ്റാർ വാണ്ടഡ് ലെവലുണ്ട്. ഇനിയിപ്പോൾ എങ്ങോട്ടേക്ക് പോവാ? ഞാനിവിടെ ഒരു റെയിൽവേ ട്രാക്ക് നോക്കുക. നമുക്ക് റെയിൽവേ ട്രാക്ക് ഫോളോ ചെയ്ത് പോവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ടണലിലെത്തും. ആ ടണലിൻ്റെ അകത്ത് നിൽക്കുകയാണെങ്കിൽ പോലീസുകാർ അങ്ങോട്ടേക്ക് വരില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു റെയിൽവേ ട്രാക്കും കിട്ടിയേക്കാണ്. നമുക്ക് ഈ റെയിൽവേ ട്രാക്ക് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, മുമ്പിൽ ഒരു ടണലുണ്ട്. നമുക്ക് തൽക്കാലം ഈ ടണലിൻ്റെ അകത്തേക്ക് കയറാം. ഇങ്ങോട്ടേക്ക് മിക്കവാറും പോലീസൊന്നും വരില്ല. നമ്മുടെ വാണ്ടഡ് ലെവലാണെങ്കിൽ പതുക്കെ മിന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ അങ്ങനെ വാണ്ടഡ് ലെവലൊക്കെ പോയേക്കാണ് കേട്ടാ. നമുക്ക് 3 ലക്ഷം സംതിങ് ഡോളർ കിട്ടി. എന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്നൊരു കാര്യം ചെയ്യാം. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. ഇനി PC സെറ്റാക്കണം. എടാ ഷിൻചാനെ, പിൻചാനെ, ക്യാഷ് സെറ്റാടാ. നമുക്കിനി PC ബിൽഡ് ചെയ്യണ്ടേ? അയ്യോ അമ്മച്ച്, തലടിച്ച് വീണല്ലോ. അണ്ണൻ ഇത്ര പെട്ടെന്ന് ക്യാഷ് സെറ്റാക്കിയ? അതെങ്ങനെയാ? അതെങ്ങനെയാണെന്ന് നീ ഇപ്പോൾ അറിയേണ്ട ആവശ്യമില്ല. ക്യാഷ് സെറ്റായില്ലേ, അത് മതി. നമുക്കിനി ഒരു ഗെയിമിംഗ് റൂം സെറ്റാക്കണ്ടേ? എവിടെ സെറ്റാക്കണ്ടേ? അണ്ണാ, നമുക്ക് ഈ കാണുന്ന റൂമിൽ സെറ്റാക്കാം. ഈ റൂം വലിയ കുഴപ്പമൊന്നുമില്ല. ഏത് ഈ റൂമാ? അകത്തും കുറേ റൂമൊക്കെ ഉണ്ടായിരുന്നു. ഈ റൂമും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കതപ്പോൾ ഗെയിമിംഗ് റൂമാക്കി മാറ്റാം. അല്ലട ഷിൻചാനെ, ഈ ഗെയിമിംഗ് PC നമുക്ക് എവിടെ നിന്ന് മേടിക്കാൻ കിട്ടുക? ഇനിയിപ്പോൾ മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളതെല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരും ഫിക്സ് ചെയ്യാനായിട്ട്. അത് ശരി, നിങ്ങളതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാ? അത് കൊള്ളാലോ. ഒരു മിനിറ്റ്, പുറത്ത് എന്തോ ട്രക്കിൻ്റെ സൗണ്ടൊക്കെ കേട്ടു. ഒരു മിനിറ്റ്, എനിക്ക് തോന്നണതേ ഗെയിമിംഗ് റൂമിൻ്റെ ആൾക്കാർ വന്നു എന്നാ. ഓക്കെ, ഇവിടുത്തെ ഗെയിമിംഗ് റൂമിൻ്റെ ആൾക്കാർ വന്നേക്കാ. ഇവർ തന്നെയാന്ന് തോന്നുന്നുണ്ട്. 6 hours later. ഓക്കെ ഗൈസ്, നമ്മുടെ ഗെയിമിംഗ് റൂമിൻ്റെ പണി എങ്ങനെ കഴിഞ്ഞേക്കാണ് കേട്ടാ. അധികം ചിലവായിട്ടൊന്നുമില്ല. നമുക്കപ്പോൾ റൂമിൻ്റെ അകത്തേക്ക് കയറാം. 3, 2, 1, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിംഗ് റൂം.
റൂം ഇപ്പോൾ ഏതായാലും നൈസ് ഉണ്ട് കേട്ടാ. ഇവിടെ കുറേ ബോക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഈ മോണിറ്ററിനും സി പി യുൻ്റെ ഒക്കെ ബോക്സാ. അതവർ ഇവിടെ വെച്ചിട്ട് പോയി. എന്തെങ്കിലും കേട്ടോ, അത് നമുക്കെടുത്ത് കളയാം. ഇവിടെ പിന്നെ ഒരു പി സി മാത്രമേ ബിൽഡ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ മുമ്പിൽ ഒരു ഡബിൾ മോണിറ്റർ സെറ്റപ്പാണ്. ഇവിടെയും ഒരു ചെറിയ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട്. ഷിൻചാനും പിൻചാനും മാറി മാറി കളിച്ചോളൂ. പക്ഷേ സി പി യു കണ്ടിട്ടേ RTX 4090 ഉള്ള സി പി യു പോലെ തോന്നണില്ല. ഇതാ മറ്റേ സ്കൂളിലൊക്കെ ഉണ്ടാവില്ലേ, അതേപോലത്തെ സി പി യു. ഇത് ഷിൻചാനും പിൻചാനാണ് ഓർഡർ ചെയ്തത്. അവരുടെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്തു. അതെന്തെങ്കിലും ആവട്ടെ, ഇതിൽ ഗെയിമൊക്കെ കളിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഇവിടെ പിന്നെ ഒരു ട്രോഫി ഉണ്ട് കേട്ടാ. ഈ ട്രോഫി ഇവർ എന്തിനാ ഓർഡർ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ആവട്ടെ, സംഭവം വില കുഴപ്പമൊന്നുമില്ല. നൈസ് ഗെയിമിംഗ് റൂമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.